ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സംഭവം ഗൂഗിൾ ആഡ്സിൻ്റെ ഒരു ഇത് കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ചേട്ടന്മാരായാൽ പോലും ചേച്ചിമാരായാൽ പോലും അതിൽ കുറച്ച് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്താ പേപ്പർ, അതെന്താ സംഭവം ചോദിച്ചിട്ട് നമ്മുടെ അടുത്ത് കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് തിരിച്ച് കമൻറ്റ് ചെയ്താൽ അവർക്ക് മനസ്സിലാവില്ല. നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. എന്നാൽ പോലും ഞങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ഞങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ വല്ല തെറ്റുകളുണ്ടെങ്കിൽ അറിയണവർ അത് തിരുത്തണം. അപ്പോൾ നമ്മൾ 2020 എന്ന് തോന്നുന്നു, 2020 എൻ്റെ മോൻ അന്ന് 14 വയസ്സല്ല, 14 വയസ്സുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവൻ എന്തോ ഇതുപോലെ തമാശ രീതിയിൽ ഈ യൂട്യൂബിൻ്റെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി അവൻ. അപ്പോൾ അക്കൗണ്ട് ഉണ്ടാക്കി അത് നമ്മൾ ശ്രദ്ധിക്കാറൊന്നുമില്ല. അതെന്തോ ഫ്രീ ഫയറിൻ്റെ എന്തോ കളിയുടെ ഗെയിമിൻ്റെ അതിൻ്റെ വീഡിയോസ് എന്തോ 1-2 ഇട്ടുണ്ട്. പിന്നെ നമ്മളത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു 10 മാസം ആയിട്ടുള്ളൂ. അതിന് മുമ്പ് നമ്മളിങ്ങനെ ഓരോ സ്കിറ്റുകളുണ്ടല്ലോ, ഈ കോമഡി സ്റ്റാറിലത്തൊക്കെ സ്കിറ്റുകളിൽ ഷോർട്സിൽ ആ സ്കിറ്റുകൾ, വേറെ കഴിവും കാര്യങ്ങളൊന്നും നമുക്കില്ല. അപ്പോൾ അത് ഓരോരുത്തർ ചെയ്യുന്ന കണ്ടിട്ട് നമ്മളതിൽ അങ്ങനെ ചെയ്യുമ്പോൾ ആദ്യം തുടക്കത്തിൽ തന്നെ ഈ 1000 വ്യൂസ് കിട്ടുക, 1K വ്യൂസ് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതായിരുന്നു. അപ്പം തന്നെ അതിൽ ഒരുപാട് ആൾക്കാർക്ക് 5000 സബ്സ്ക്രൈബർ, 10000 സബ്സ്ക്രൈബർ എന്നൊക്കെ ലക്ഷങ്ങളുണ്ട് കേട്ടോ. ലക്ഷങ്ങൾ കോടികളൊക്കെ ഉണ്ട്, അവിടെ നമുക്ക് എത്താൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ 520 അങ്ങോട്ട് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഞങ്ങൾ 500 അങ്ങോട്ട് ഷോർട്ട് വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പം നമ്മൾ വരെ വിചാരിക്കാത്ത പോലെ നമുക്ക് നല്ല രീതിയിൽ വ്യൂസും കയറുന്നുണ്ട്, സബ്സ്ക്രൈബറും കയറുന്നുണ്ട്. അതുപോലെ നല്ല കമൻറ്റുകൾ, മോശം കമൻറ്റുകളൊക്കെ ഉണ്ട്. എന്താ പറയുക, നമ്മുടെ സ്വന്തം ബന്ധക്കാർക്ക് വരില്ലാത്ത സ്നേഹം ഒരുപാട് പേര് നമ്മളോട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്യാമറയൊന്നും ഒരു പോക്കോൻ്റെ ഒരു സുഹൃത്ത് തന്നാണ്. നമ്മുടെ മോനും ഓൺലൈൻ ക്ലാസ് പഠിക്കാൻ, മോൾക്കും ഓൺലൈൻ ക്ലാസ് പഠിക്കാൻ വേണ്ടി അവൻ തന്നാണ്. അപ്പോൾ അതിൻ്റെ ക്ലാരിറ്റിയും കാര്യങ്ങളുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗൂഗിൾ ആഡ്സിൽ നിന്ന് വന്ന കേസ് ചോദിച്ചു എന്ന് പറയാം. അപ്പോൾ നമ്മൾ പറയുന്നത് എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ യൂട്യൂബിലൊരു തമാശ രീതിയിലാണെങ്കിൽ ഞങ്ങൾ ടിക്ടോക്കിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ടിക്ടോക്കിലൊന്നും ഇങ്ങനെ സമ്മാനങ്ങളും കാശും വരുമാനമൊന്നും ഇല്ല. വലിയ ആൾക്കാർക്ക് എന്ത് ടീഷർട്ട്, സെൽഫി സ്റ്റിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്നൊക്കെ കേട്ടിരുന്നു. അന്ന് ഞങ്ങൾ 1 മില്യൺ ലൈക്കൊക്കെ ഞാൻ കിട്ടി. അതിൽ ലൈക്കാണ് അതിൽ പ്രാധാന്യമായിട്ട്. അപ്പോൾ അതിപ്പോൾ ബാൻ ചെയ്തോടുകൂടി നമുക്കത് പോയല്ലോ. അപ്പോൾ അങ്ങനെ ഇതുള്ളൂ നമുക്ക്. അപ്പോൾ നമ്മളിതിലിങ്ങനെ ചെയ്ത് നമുക്കിങ്ങനെ പതുക്കെ കൂടി. അപ്പോൾ അവർ ഈ സാധനം കിട്ടാനും നമുക്ക് വരുമാനം കിട്ടാനും കുറച്ച് ചേട്ടന്മാർ ചോദിച്ചുകൊണ്ട് പറയാം, നമുക്കറിയണ കാര്യമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ചേട്ടന്മാർ ചോദിച്ചുകൊണ്ട് അപ്പോൾ നമ്മൾ പറയുന്നത് എന്നിട്ടാന്ന് വെച്ചാൽ, ഇതിൽ 3 കടമ്പകളുണ്ട്. 3 കടമ്പാന്ന് വെച്ച് കഴിഞ്ഞാൽ 90 ദിവസത്തിനുള്ളിൽ അവർ ചോദിക്കുന്നത് 30 ലക്ഷം വ്യൂസ്, 30 ലക്ഷം ആൾക്കാർ നമ്മുടെ ഷോർട്ട് വീഡിയോ അതിൽ ലോങ് വീഡിയോയിൽ കാണണം. അപ്പോൾ അത് നമ്മളത് ചിന്തിച്ചിട്ട് പോലില്ല, നമുക്ക് അത്രയൊന്നും എത്താൻ പറ്റില്ല എന്ന് നല്ലൊരു ബോധ്യമില്ലായിരുന്നു. അപ്പോൾ അത് നമുക്ക് പറ്റിയില്ല. പിന്നെ അവർ പറയണത് എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ 365 ദിവസത്തിനുള്ളിൽ 4000 വാച്ച് അവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷോർട്ട് വീഡിയോയ്ക്ക് അത് കിട്ടില്ല. ലോങ് വീഡിയോയ്ക്കാണ് കിട്ടുക. ലോങ് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഷോർട്ട് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം 1 മിനിറ്റാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ മുകളിലേക്കുള്ള 2 മിനിറ്റ്, 3 മിനിറ്റ്, 4 മിനിറ്റ്, 8 മിനിറ്റ്, 10 മിനിറ്റ് അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ലോങ് വീഡിയോ. അപ്പോൾ ആ ലോങ് വീഡിയോയിൽ എത്ര പേര് കാണണോ അതിനെ കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ മണിക്കൂറും മിനിറ്റും സെക്കൻഡും ഒക്കെ കമ്പയർ ചെയ്തിട്ടാണ് ഈ 4000 മണിക്കൂർ. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിപ്പോൾ 9-9.5 മാസമായിട്ട് ഞങ്ങൾക്ക് ആകെ കൂടി കിട്ടിയത് 610 വാച്ച് അവറാണ് കിട്ടിയത്, 610 മണിക്കൂറാണ് കിട്ടിയത്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഈ പറഞ്ഞ സമയം വെച്ച് നോക്കുമ്പോൾ 2.5 മാസം കൂടി ഉള്ളൂ അല്ലേ, 2.5 മാസം കൂടി ഉള്ളൂ. അപ്പോൾ എന്തോരം ദൂരെ കിടക്കണേ നോക്കും 4000 ആവാൻ. അപ്പോൾ അതൊരിക്കലും നടക്കില്ല. അപ്പോൾ അത് അങ്ങനെയുള്ള പ്രതീക്ഷയൊന്നും ഇല്ല. പിന്നെ അവർ പറയുന്നത് എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് 365 ദിവസത്തിനുള്ളിൽ 1 കോടി വ്യൂസ്, അത് ഷോർട്ട് വീഡിയോ ആവാം, ലോങ് വീഡിയോ ആവാം, അത് നമ്മൾ ചെയ്ത് ഇതാവണ പോലെ അത്രയാണ്. അപ്പോൾ അതിൽ നമ്മൾക്ക് ദൈവം സഹായിച്ച് നിങ്ങളുടെ എല്ലാവരെയും
സപ്പോർട്ട് കൊണ്ട് നമ്മൾ അവിടെ എത്തി, നമ്മൾ 1 കോടി വ്യൂസായി. അപ്പോൾ നമുക്ക് ആദ്യം വന്ന ഓപ്ഷൻ എന്നിട്ടാന്ന് വെച്ചാൽ ഡോളറിൻ്റെ ഇത് എന്തോ ഓണാക്കിയിടാന്നാണ് വന്നത്. അപ്പോൾ അത് നമ്മൾ ഡോളർ ഓണാക്കിയിട്ട് അപ്പോൾ നമ്മുടെ ഇപ്പോൾ എല്ലാ വീഡിയോയ്ക്കും ഡോളർ കയറുന്നുണ്ട്. നമുക്ക് പൈസ ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഇത് നമ്മുടെ ഈ ടാർഗറ്റ് ആവണതിനനുസരിച്ച് നമ്മൾ ക്രോമിയെ പോയിട്ട് നമ്മൾ ഒരു ഗൂഗിൾ ആഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ട് എടുക്കണം. അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിന് ശേഷം നമ്മുടെ ID വെരിഫിക്കേഷൻ അല്ലേ, ID വെരിഫിക്കേഷൻ വരും. ID വെരിഫിക്കേഷൻ വരുന്നത് എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചോദിക്കുന്നത് ഒന്ന് പാൻ കാർഡ്, പിന്നെ വോട്ടർ തിരിച്ചറിയ കാർഡ്, നമ്മുടെ തിരിച്ചറിയ കാർഡ്, പിന്നെ ലൈസൻസ്. അപ്പോൾ ആൾക്ക് ലൈസൻസ് ഇല്ല. പിന്നെ നമ്മൾ പാൻ കാർഡ് കൊടുത്തപ്പോൾ എന്ന് വെച്ചാൽ അതിൽ ഫോട്ടോ കോപ്പി ആയ കാരണം അത് ശരിയായില്ല, സബ്മിറ്റ് ആവണില്ല. അപ്പോൾ നമ്മൾ ഐ ഡി കാർഡ് വോട്ടർ പട്ടികയുടെ ID കാർഡ് വെച്ചപ്പോൾ അത് ശരിയായി. അതിന് ശേഷം നമുക്ക് നമ്മുടെ അഡ്രസ്സും അഡ്രസ്സ് വെരിഫിക്കേഷൻ കൊടുത്തു. നമ്മൾ പിൻ വെരിഫിക്കേഷൻ്റെ ഇത് നമ്മുടെ അഡ്രസ്സ്, അതായത് വീട് അഡ്രസ്സ്, നമ്മൾ നിലവിൽ താമസിക്കുന്ന സ്ഥലത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇതാക്കിയിട്ട് നമ്മൾ അയച്ചു. അപ്പോൾ ഒരു മാസമാണ് പറയണത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച, ഇന്നിപ്പോൾ എത്രാം തീയതി? 10-ാം തീയതി. അപ്പോൾ 11-ാം തീയതി. അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ചയാണ് നമ്മളത് ചെയ്തത്. ഈ ഞായറാഴ്ച അതിന് മുമ്പത്തെ ഞായറാഴ്ച, ഇന്നത്തെ 12 ദിവസമല്ലേ. അപ്പോൾ ഇന്നത്തെ 12 ദിവസമായി. അപ്പോൾ അന്ന് ചെയ്തു. നമുക്കിത് കിട്ടിയത് ചൊവ്വാഴ്ചയാണ്. 8 ദിവസം, 8ാമത്തെ ദിവസം നമുക്ക് കിട്ടി. അപ്പോൾ പിന്നെ അവർ ചോദിക്കുന്നത് എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ എന്താ ചോദിച്ചവർ പിൻ നമ്പർ അടിച്ചപ്പോൾ പിന്നെ അതാണ് ഈ കടലാസ്. അതിനൊരു പിൻ നമ്പർ ഉണ്ട്, ആർക്കം പിൻ നമ്പർ. അപ്പൊ അത് നമുക്ക് അത് വന്നതാണ്, ആ പിൻ നമ്പർ വന്നതാണ്. ഞങ്ങളിത് വന്നു പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടപ്പോൾ എല്ലാവർക്കും എന്തിട്ടാന്ന് അറിയണ്ടായിരുന്നില്ല. കുറെ പേര് കമന്റ് ചെയ്തു, അതാണ് വീഡിയോ ചെയ്യാൻ കാരണം. പിന്നെ അവരിപ്പോൾ ചോദിക്കുന്നത് നമ്മുടെ ബാങ്കിന്റെ, നമ്മൾ ഏത് ബാങ്ക് കൊടുക്കണേ, ആരും കൊടുക്കാം, നമ്മുടെ മക്കളുടെ കൊടുക്കാം, നമ്മുടെ അമ്മയുടെ കൊടുക്കാം, ആര് വേണമെങ്കിലും കൊടുക്കാം, ഏത് അക്കൗണ്ട് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർ ചോദിക്കുന്നത് ടാക്സിൻ്റെ ഇൻഫർമേഷൻ, അത് ചെയ്യണം. പിന്നെ വെച്ച് കഴിഞ്ഞാൽ മറ്റേ ബാങ്കിൽ പോയിട്ട് മേടിക്കേണ്ട കാര്യം, ഷിഫ്റ്റ് കോഡും ബാങ്ക് ഏത് ബാങ്കാണോ കൊടുക്കണേ ആ ബാങ്കിന്റെ ഷിഫ്റ്റ് കോഡും, പിന്നെ ബാങ്കിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരും. അത് അടിച്ചു കൊടുത്ത് നമ്മുടെ അക്കൗണ്ട്, നമ്മൾ ഇഷ്ടമുള്ള നമ്മുടെ ആരുടെയാണ് അക്കൗണ്ട്, IFSC കാര്യങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ അക്കൗണ്ട് നമ്പർ, പിന്നെ ആരുടെ ഏത് ആ അക്കൗണ്ടിൽ ഏതാ പേര്, ആ പേര് കറക്റ്റായി അടിക്കുക. അത് അതിൽ ഉണ്ട്. നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് വരും. പിന്നെ ഇതിനെ സംബന്ധിച്ചുള്ള കാര്യം, ഇതിൻ്റെ ഉള്ളിൽ ഒരു 6 അക്ക നമ്പർ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ 6 അക്ക നമ്പർ ഉണ്ട്. ഈ നമ്പർ വലുതാക്കിയിട്ട് എഴുതിയിട്ടുള്ളത്. പക്ഷേ ഈ സാധനം 3 വട്ടം അടിക്കാൻ പറ്റുള്ളൂ കേട്ടോ, ഇല്ലെങ്കിൽ അത് ഫെയിലായി പോകും. അപ്പോൾ പിന്നെ അത് ഇതാവില്ല. പിന്നെ നമ്മൾ പിൻ നമ്പർ ID അപ്പോൾ നമുക്ക് ഡോളർ കയറുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മുടെ ബാങ്കിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആകെ കൂടി ചെയ്യാനുള്ള എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് ഇൻഫർമേഷൻ കൊടുത്തിട്ടില്ലേ, അത് ചെയ്യണം. അപ്പോൾ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളിത് യൂട്യൂബിൽ നോക്കിയിട്ട് ചെയ്തു. നമ്മൾ 1-2 പേരെടുത്ത് ചോദിച്ചു, അവർ പറഞ്ഞു തന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തന്നു. പക്ഷെ അത് നമുക്ക് മനസ്സിലാവാണ്ടാണ് കേട്ടോ. അത് കുറച്ച് തെറ്റിദ്ധാരണ ഉണ്ടായി. പിന്നെ അത് അതിനെക്കുറിച്ച് പറയില്ല. അപ്പോൾ ഇത് നമ്മൾ ഈ വീഡിയോ ആരെങ്കിലും ഉപകാരപ്പെടാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് കമൻറ്റുകൾ വന്നു. നമുക്കിതിന് നമ്മൾ എന്താണ്, എങ്ങനെ കിട്ടിയ, വല്ല അപേക്ഷ കൊടുത്തോ എന്നൊക്കെ ചോദിച്ചിട്ട്, അതുകൊണ്ട് മാത്രമാണ് ഇത് ചെയ്യണത്. ഇത് കാണുന്ന പല ആൾക്കാർക്കും നല്ല ഇതിനെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞതിനേക്കാളും ഒരുപാട് അറിവുള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ ഞങ്ങൾക്ക് ഇത് കമൻറ്റ് വന്ന കാരണമാണ് ഞങ്ങളിത് ചെയ്യണത്. അപ്പോൾ ഇത്ര ഞങ്ങൾക്ക് അറിയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ അറിയാം, വ്യക്തമായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ തന്നെ അടിച്ചു കൊടുത്താൽ മതി. പക്ഷേ ID വെരിഫിക്കേഷൻ, അഡ്രസ് വെരിഫിക്കേഷൻ, പിൻ നമ്പർ വെരിഫിക്കേഷൻ, പിന്നെ ടാക്സ് ഇൻഫർമേഷൻ. എന്നാൽ പോലും ഞങ്ങൾ ഇപ്പം ഇത്ര ചെയ്തത് കൊണ്ട്, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവില്ല. ഞങ്ങൾ ഇതിന് ഇത്ര ചെയ്തത് കൊണ്ട് ഇപ്പം ഞങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കി ക്ലിക്കായിട്ടുണ്ട്. അത് ഒക്കെ കറക്റ്റായിട്ടുണ്ട്. ഇനി ഈ ടാക്സിൻ്റെ ഒരു കേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിത് ചെയ്ത് വെച്ച് നോക്കിയിട്ട് ഞങ്ങൾ വിജയിച്ചെങ്കിൽ അതിൻ്റെ ഒരു ഇത് നിങ്ങൾക്കും കൂടി ഉണ്ടാവും. ഞങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ, ഞങ്ങൾ പറഞ്ഞൊക്കെ കറക്റ്റായത് കൊണ്ട് ആണ് ഞങ്ങൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഞങ്ങളും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യുക.
അപ്പോൾ ഇത്ര മാത്രമേ എനിക്ക് പറയുള്ളൂ. എനിക്ക് നമ്മൾ തിരിച്ച് കമൻറ്റ് ചെയ്താൽ ആർക്കും മനസ്സിലാവില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ശരി. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ ഒന്നും പേടിക്കണ്ട, പേടിക്കണ്ട. എല്ലാതും ഉണ്ട്. നമ്മൾ ഇങ്ങനെ ചെയ്യാം, യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഞങ്ങളും അങ്ങനെ തന്നെ ഇരുന്നത്, എങ്ങനെ ചെയ്യുന്ന വെച്ചിട്ട് ആലോചിച്ചിട്ട് പേടിച്ചിട്ടൊക്കെ. പക്ഷെ സത്യം പറയാം, യൂട്യൂബിൽ ഇപ്പോൾ ഐ ഡി വെരിഫിക്കേഷന് തന്നെ എത്ര ആൾക്കാരുണ്ടാവും. നമ്മളത് 2-3 വീഡിയോസ് നന്നായി ഇരുന്ന് സമാധാനത്തിൽ ധൃതി പിടിച്ച് കാണരുത് കേട്ടാ. സമാധാനത്തിൽ ഇരുന്ന് കണ്ടാൽ തന്നെ നമുക്കൊരു സെക്കൻഡ് 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ഈ ഐ ഡി വെരിഫിക്കേഷൻ ആണെങ്കിലും പേടിക്കേണ്ട ആവശ്യമില്ല, അഡ്രസ് വെരിഫിക്കേഷൻ ഒക്കെ നമുക്ക് ചെയ്യാവുന്നുള്ളൂ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് നല്ല വലിയ യൂട്യൂബർമാരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ ഒരുപാട് തിരക്കിലായിരിക്കും. അതിന് മെയിൻ ആയിട്ടുള്ള കാരണം അവർക്ക് ഇത് ചെയ്തു തരുന്നതുകൊണ്ട് പറഞ്ഞു തരുന്നതുകൊണ്ട് ഒരു വിഷമമില്ല. പക്ഷെ അവർ ഈ ഷൂട്ടിങ്ങിൻ്റെ കാര്യത്തിലും അതിൻ്റെതായ പരിപാടിയിലൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആരെങ്കിലും സമീപിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് അവർക്ക് ജാടയായിട്ടോ ഒന്നായിട്ടല്ല. അപ്പോൾ പൈസ കൊടുത്ത് ചെയ്യണവരുണ്ട്. അത് എത്ര സക്സസ് ആവുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പൈസ കൊടുത്ത് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. അതിനൊന്നും കുറിച്ച് നമുക്ക് അറിവില്ല. അപ്പൊ അതിനു വേണ്ടി ചെയ്തു എന്നുള്ളൂ. ഇഷ്ടപ്പെട്ട ചെയ്യാൻ കാരണം അതാണ് കൂടുതൽ. കാരണം ഇത്ര ഞങ്ങൾ അന്വേഷിച്ചപ്പോ ഫുള്ള് കാര്യങ്ങളും ചെയ്തു തരും. പക്ഷെ ഇത്ര എമൗണ്ട് കേട്ട അതിലൊന്നും നമുക്ക് പാകില്ല, ഉറപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ പ്രശ്നം. അത് കൊടുക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. അപ്പൊ ശരി, വീഡിയോ വലിച്ചു നീട്ടില്ല. ഇപ്പൊ തന്നെ 11 മിനിറ്റായി. അപ്പൊ എല്ലാവരും ഇതുപോലെ ചെയ്യുക. ഇനിയിപ്പോൾ സംശയങ്ങളുണ്ടെങ്കിൽ നമ്മളൊന്ന് കോണ്ടാക്ട് ചെയ്യുക. നമ്മൾ ചെയ്തത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്, ഒരു ഇതും നമുക്കില്ല. അപ്പോൾ ശരി. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ചെയ്തേട്ടാ. ശരി, അടിച്ചു നോക്കിയാലും മതി. ശരി. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും നമ്മൾ തിരിച്ച് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ശരി.